വെളിപ്പാട് പുസ്തകം 21 അധ്യായം 3 വാക്യം. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. യെരൂശലേം പട്ടണത്തെക്കുറിച്ചുള്ള, പുത്തൻ യെരൂശലേം പട്ടണത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട്. മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുമാത്രമല്ല, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട സകലരും, പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ കർത്താവിൻ്റെ പ്രിയമക്കളും ആ കൂടാരത്തിൽ ദൈവസാന്നിധ്യത്തിൻ്റെ നിറവിൽ പാർക്കും. മരുഭൂപ്രയാണത്തിൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവ നിർദ്ദേശപ്രകാരം മോശയിലൂടെ സമാഗമന കൂടാരം പണിതെടുത്തിരുന്നു. ജനത്തിൻ്റെ നടുവിൽ ദൈവം വസിക്കുവാൻ. ഇവിടെ ദൈവം ദൈവജനത്തോടുകൂടെ വസിക്കുവാൻ, അവരുടെ ദൈവമായി വാഴുവാൻ. ഇവിടെ ഇതാ ഒരു കൂടാരം. ഇത് ദൈവനിർമ്മിതമാണ്, ദൈവം ശില്പിയായി നിർമ്മിച്ച നഗരം, പട്ടണം. ആ കൂടാരത്തിൽ പാർക്കുവാൻ തക്കവണ്ണം നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിനോടുകൂടെ വാഴാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.